പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ പരമ്പരാഗത സഖ്യകക്ഷിയായ ചൈന സ്വീകരിച്ച ശ്രദ്ധേയമായ മൗനവും നിഷ്പക്ഷ നിലപാടും ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചയാവുകയാണ്. ഈ തന്ത്രപരമായ മൗനത്തിന് പിന്നിൽ ചൈനയ്ക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യ പാക് സംഘർഷത്തിലെ ചൈന എങ്ങനെ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചു? 2025 മെയ് 7 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും സൈനിക സംഘർഷം ഉടലെടുത്തത്. ഈ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ആരംഭിച്ചു. ഈ പ്രത്യാക്രമണത്തിൽ ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ ഭീകര സംഘടനയുമായി ബന്ധമുള്ള 5 പ്രധാന ഭീകരർ ഉൾപ്പെടെ 30-ലേറെ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ പറഞ്ഞു. ഇന്ത്യയുടെ നടപടികൾ തിരിച്ചടിയായി പാകിസ്ഥാൻ തുർക്കി നിർമ്മിത സോങ്കാർ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെങ്കിലും ഇന്ത്യയുടെ S-400 ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അവയെ വിജയകരമായി തടഞ്ഞു. ഈ സംഘർഷാവസ്ഥയിൽ പാകിസ്ഥാന്റെ പ്രധാന സഖ്യകക്ഷികളായ തുർക്കിയും അസർബൈജാനും അവർക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുകയും സൈനിക സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാന്റെ എല്ലാ കാലാവസ്ഥയിലുമുള്ള സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചൈന ഒരു നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ഭീകരവാദത്തെ അപലപിക്കുകയും ഇരു രാജ്യങ്ങളുടെയും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ തന്ത്രപരമായ മൗനത്തിന് പിന്നിൽ ചൈനയുടെ വ്യക്തമായ താൽപര്യങ്ങളും കണക്കുകൂട്ടലുകളും ഉണ്ടായിരുന്നു. ചൈനയുടെ തന്ത്രപരമായ മൗനത്തിന് പിന്നാലെ കാരണങ്ങൾ സാമ്പത്തിക താൽപര്യങ്ങൾ മാത്രമായിരുന്നു. ചൈനയ്ക്ക് ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ശക്തമായ സാമ്പത്തിക ബന്ധങ്ങളുണ്ട്. 2024 ഇന്ത്യ-ചൈന വ്യാപാരം $136.24 ബില്യൺ എത്തിയിരുന്നു. ഇതിൽ $100 ബില്യൺ ചൈനയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതിയാണ്. ഇലക്ട്രോണിക്, ഫാർമസ്യൂട്ടിക്കൽ തുടങ്ങിയ മേഖലകളിൽ ഇത് വളരെ പ്രധാനമാണ്. അതേസമയം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ചൈനയുടെ അഭിമാനകരമായ ബെൽറ്റ് ആൻഡ് BRI ഭാഗമാണ്. ഏകദേശം $62 ബില്യൺ ഈ പദ്ധതി ചൈനയുടെ പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിന്നും പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം വഴി പശ്ചിമേഷ്യൻ, ആഫ്രിക്കൻ വിപണിയിലേക്കുള്ള ചൈനയുടെ പ്രവേശനം സുഗമമാക്കുന്നു. ഈ 2 പ്രധാന സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ചൈനയ്ക്ക് ഏതെങ്കിലും ഒരു വശത്തേക്ക് ചായാൻ സാധ്യമാകുമായിരുന്നില്ല. ഇന്ത്യയുമായുള്ള വ്യാപാരം തടസ്സപ്പെടുത്തുന്നത് ചൈനയുടെ സാമ്പത്തിക ഘടനയ്ക്ക് ദോഷം ചെയ്യും. അതേസമയം ചൈനയുടെ CPEC ഇടനാഴി പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമായ ആഗോള വിപണിയിലെ വിഭാജ്യ ഘടകമാണ്. ആഗോള പ്രതിച്ഛായയും ഉത്തരവാദിത്വവും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗം എന്ന നിലയിൽ ഉത്തരവാദിത്തമുള്ള ഒരു ആഗോള ശക്തിയായി തങ്ങളുടെ പ്രതിച്ഛായ നിലനിർത്താൻ ചൈന ശ്രമിച്ചിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഭീകരവാദത്തിനെതിരെ നിലകൊണ്ടുവെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ചൈനയുടെ ഒരു ആവശ്യമായിരുന്നു. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം ആഗോള സമ്മർദ്ദത്തെ തുടർന്ന് ജെയ്ഷെ നേതാവ് മസൂദിനെ UN ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താൻ ചൈന അനുവദിച്ചത് ഇതിന് ഒരു ഉദാഹരണം കൂടിയാണ്. 2025 സംഘർഷത്തിൽ ഭീകരവാദത്തെ അപലപിച്ച് പ്രസ്താവന ഇറക്കിയതിലൂടെ ചൈന തങ്ങളുടെ ആഗോള ഉത്തരവാദിത്തം നിറവേറ്റിയതായും അന്താരാഷ്ട്ര സമൂഹത്തിലെ പിന്തുണ നിലനിർത്തുന്നതിനായുമുള്ള മനോഭാവമാണ് പ്രകടിപ്പിച്ചിരുന്നത്. നയതന്ത്രപരമായ സന്തുലനം, പാകിസ്ഥാനുമായുള്ള എല്ലാ കാലാവസ്ഥയിലുമുള്ള സൗഹൃദം നിലനിർത്തുന്നതിലൂടൊപ്പം ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കങ്ങളിൽ, പ്രത്യേകിച്ച് 2020 ലഡാക്കിലെ ഗൽവാൻ സംഘർഷത്തിന് ശേഷം ചൈനയെ അതീവ ജാഗ്രതയോടെ നീങ്ങാനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്.